ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവാണ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട്, അതായത് നമ്മളെ കോളേജ് ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് പറയും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും എല്ലാം കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. SMRT എന്ന് പറയും. പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആൻമോക്കിയോ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ, ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഫുഡ് കോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം എല്ലാം ഫ്ലാറ്റുകളാണ്. നമ്മളിത് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നത്. ഇവിടെ കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ കടകളിൽ വന്നാണ് കഴിക്കാറ്. കൂടുതലും പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ട് പോവുക. വീട്ടിൽ വെച്ച് കഴിക്കുന്നത് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഇഷ്ടം പോലെ ഉണ്ട് ഫുഡ് കോർട്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഷോപ്പുകളിൽ വന്നാണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നതാണ്. സൂപ്പായാലും സലാഡ്സും അതേപോലെ ഒരുപാട് ഐറ്റംസ്, ചൈനീസ്, ഇന്ത്യൻ എല്ലാം. കാരണം ആർക്കും വലുതായിട്ട് സമയം ഇല്ലാത്തതുകൊണ്ടാവണം. നമ്മളിപ്പോൾ പിന്നെ സ്റ്റുഡൻസാണ്. നമുക്ക് വീക്കിലി ശനി ഞായറൊക്കെ അവധിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം അതാ ജസ്റ്റ് ഒന്ന് വീട്ടിൽ റൂമിലിരുന്ന് ബോറടിച്ചു. ജസ്റ്റ് ഒരു യാത്ര പോവാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, MRTയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കിലോമീറ്റർ അകത്തുണ്ട് എന്തായാലും നടക്കാനൊക്കെ. ലോങ് നോക്കുമ്പോൾ അറിയാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, എനിക്ക് കാണാൻ നല്ലൊരു രസമായിട്ട് തോന്നിയത് ബിൽഡിങ്സാണ്. ബിൽഡിംഗ് എല്ലാം പണി നടക്കുന്നുണ്ട്. മാക്സിമം ഫ്ലാറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം നമ്പറാണ് കേട്ടോ. ഇപ്പോൾ 425, അതേപോലെ 532, അങ്ങനെ ഓരോ നമ്പേഴ്സാണ്. ഇത് വെച്ചാണ് മാക്സിമം ഇപ്പോൾ ലൊക്കേഷനൊക്കെ അവർ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നല്ല സേഫ്റ്റിയാണ്. കണ്ടോ, ഇപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക ആ സൈഡിൽ. എനിക്ക് തോന്നുന്നു മെട്രോയുടെ തന്നെ തോന്നുന്നു, ലൈൻസ് ഉണ്ടോ. പക്ഷേ അവർ വളരെ അങ്ങോട്ടാരും പോകാത്ത രീതിയിൽ കവർ ചെയ്ത് മാക്സിമം സേഫ്റ്റി അവർ നോക്കുന്നുണ്ട്. ഇത് അവിടെ നോക്കി അറിയാം. കണ്ടോ, ബിൽഡിങ്ങിൽ ഒരു 30 നില അതിന് മേലോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകത, ആ പില്ലറുകളൊക്കെ വളരെ ചെറുതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ പക്ഷെ നല്ലൊരു സൈസ് ഉണ്ടാവും പില്ലറൊക്കെ. പക്ഷെ പില്ലർ അത്ര വലുതായിട്ട് തോന്നുന്നില്ല. എനിക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. കാരണം അവിടെ കണ്ട പില്ലർ ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. പില്ലർ വളരെ ചെറുതാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, വലിയ പില്ലേഴ്സാണ് ഒരു ഫ്ലാറ്റിനായി കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ എന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്നുള്ളത് അറിയില്ല. അത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഞാനും എൻ്റെ ഫസ്റ്റ് സംഭവം ആയതുകൊണ്ട് ചെറിയ ലാഗിങ് ഉണ്ടാവും. സംസാരത്തിൻ്റെ രീതികളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. കിടിലം ബിൽഡിംഗ് ആണോ, നല്ല രസമായിട്ട്. ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി ബിൽഡിങ്. പിന്നെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. അല്ല, ഇവരെല്ലാം സേഫ്റ്റിയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇൻകേസ് വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും. അതേപോലെ അവരുടെ സേഫ്റ്റി മെസ്സേജൊക്കെ കൊടുക്കും. ഇതെല്ലാം ഇപ്പം സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിയിരിക്കുക. ഇപ്പോൾ നമ്മളെ പുറത്ത് ഒന്നും വിടാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് നമ്മളെ മെട്രോ അവൈലബിളാണ്. അപ്പം അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോവാണ്.
മെട്രോ സ്റ്റേഷനെത്തി. ആൻമോക്കിയോ മെട്രോ സ്റ്റേഷനാണ്. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു കാർഡ് എടുക്കേണ്ടി വരും, മെട്രോ കാർഡ്. ഇത് ഫസ്റ്റ് എടുക്കുമ്പോൾ $10 കൊടുക്കണം. അതിൽ $5 ആയിരിക്കും കിട്ടുന്നത്. ബാക്കി കാർഡിൻ്റെ കാശാണ്. ഇവിടെ നമുക്ക് വെച്ച് ബാലൻസ് വയ്ക്കാൻ പറ്റും എത്ര ഉണ്ടോന്നുള്ളത്. 20 ഉണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം ഉള്ളതുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റും. വേറൊരു മെഷീനുണ്ട്, പൈസ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടുന്ന് ഫസ്റ്റ് വരുമ്പോൾ ഇവിടുന്ന് കൗണ്ടർ ഉണ്ടാവും. അവിടെ $10 കൊടുത്ത് $10 കൊടുത്ത് കാർഡ് വാങ്ങണം. പക്ഷേ അതിൽ $5 ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവരെല്ലാം പൈസ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. കാരണം അതിലേക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബാലൻസിൽ പോവും. പിന്നെ പാടാണ്, കുറച്ച് ബാലൻസ് കട്ടാക്കി. ചിലപ്പം തിരിച്ചിറങ്ങുമ്പോൾ പൈസ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പൈസ ഓവറായിട്ട് കട്ട് ചെയ്യും നെക്സ്റ്റ് റീചാർജ് ചെയ്യുമ്പോൾ. ഇതാണ് അതിൻ്റെ മെഷീൻസൊക്കെ. ഇതാണ് മെട്രോയിലേക്ക് ഗ്രീനിൽ റെഡ് കാണിച്ചെങ്കിൽ പോകാൻ പറ്റില്ല. നമ്മൾ ഗ്രീനിൽ തന്നെ വരണം. കാർഡ് ഇവിടെ വയ്ക്കുക, നേരെ ഓപ്പണായി അകത്ത് കയറാം. ക്യാമറയൊക്കെ സെക്യൂരിറ്റി ആട്ടോ, ഫുള്ളും വാച്ചിങ് ആണ്. ഒരു അലുമ്പും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് മേളിലോട്ടാണ്. റെഡ് ലൈൻ. ഇവിടെ എല്ലാം കളേഴ്സാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇന്ന ഏരിയയിലോട്ട് ഇന്ന കളറായിരിക്കും. റെഡ്, അതേപോലെ റെഡ് കളറുണ്ട്, അതേപോലെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതുവഴി നമ്മൾ മേളിലേക്ക് പോവാണ്. അതായത് നമ്മൾ നോർമലി എന്താ പറയുക, പോകണമെങ്കിൽ ഈ സൈഡിൽ നിൽക്കുക, വാക്ക് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ കൂടെ പോകാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് നിൽക്കാൻ പാടില്ല, നടന്നു പോയി. ഇത് നിന്ന് പോകണമെങ്കിൽ ഇതേപോലെ നമ്മൾ സൈഡിൽ നിൽക്കുക, ലെഫ്റ്റ് സൈഡിൽ നിൽക്കാം. അങ്ങനെ ഇവിടെ മേലിലുള്ള ഇതാണ് യെല്ലോ ലൈൻ. ഇവിടെയാണ് മെട്രോ ട്രെയിൻ വരുന്നത്. അപ്പോൾ ട്രെയിൻ വരുവാണ്. അതുപോലെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ഗ്രീൻ അവിടെ അല്ല, സ്ട്രൈറ്റ് അവർ ഇറങ്ങാൻ വേണ്ടിയുള്ളതാണ്. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മളെപ്പോഴും കയറുമ്പോൾ 2 സൈഡിലായിട്ട് നിൽക്കാൻ പാടുള്ളൂ. നടുക്ക് അവർ ഇറങ്ങാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ചെയ്യാം. എല്ലാവരും ആ റൂൾസ് പാലിക്കും. കഴിഞ്ഞ ശേഷം നമ്മൾ കയറാം. ഷോ യുവർ കെയർ ഓഫർ ദി സീറ്റ്. അതായത് ഇപ്പോൾ പ്രായമുള്ളവർ, അതേപോലെ കുട്ടികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് കിട്ടണം. 2 സൈഡിൽ അത് കൊടുക്കണം. ഇതെല്ലാത്തിൻ്റെയും ഡോറിൻ്റെ സൈഡിലായിരിക്കും വരിക. കൂടുതലും പ്രായമുള്ളവർ വരുമ്പോഴും കുട്ടികൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എണീറ്റ് കൊടുക്കാം. ബാക്കി വിശേഷം പോകുന്ന വഴിക്ക്.